സോക്കർ കാർണിവലിന് ഗംഭീര കൊടിയേറ്റം. കാൽപന്തിന്റെ ഉത്സവമേളം തുടങ്ങി. ഖത്തർ അമീറും ഒമാൻ സുൽത്താനും കൂടിക്കാഴ്ച നടത്തി. പ്രവാസി ജീവനായി നിലവിളിക്കുമ്പോൾ സർക്കാർ എവിടെ? ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാൻ സുൽത്താനറ്റിലെ ഏറ്റവും വലിയ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റായ സോക്കർ കാർണിവൽ മൂന്നാം സീസണിന് മസ്കത്തിലെ ബൗഷർ ക്ലബ് സ്റ്റേഡിയത്തിൽ ഉജ്ജ്വല തുടക്കം കുറിച്ചു. ഗൾഫ് മാധ്യമവും മീഫ്രഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റ് പ്രവാസി സമൂഹത്തിന്റെ വലിയ കായിക സാംസ്കാരിക ആഘോഷമായി മാറുകയാണ്. ഉദ്ഘാടന ദിനത്തിൽ മുൻ ഫുട്ബോൾ താരം സുശാന്ത് മാത്യുവും സെവൻസ് മൈതാനങ്ങളിലെ ശ്രദ്ധേയ ശബ്ദമായ അനൗൺസർ റാഷിദ് കോട്ടകലും വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഗ്രൂപ്പ് ഘട്ടത്തിൽ യുണൈറ്റഡ് കേരള FC, ലയൺ മസ്കത്ത് FC, കുമിൻ മഞ്ഞപ്പട FC, സ്മാഷേഴ്സ് FC ഉൾപ്പെടെ നിരവധി ടീമുകൾ ആവേശകരമായി പോരാട്ടങ്ങൾ നടത്തി. കാണികൾ ഗാലറികൾ നിറച്ച് ആവേശം പകരുന്ന കാഴ്ചയാണ് ആദ്യ ദിവസം തന്നെ അരങ്ങേറിയത്. ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ ഉൾപ്പെടുന്ന നോക്കൌട്ട് ഘട്ടം ഇന്ന് നടക്കും. വൈകിട്ട് 3:30 മുതൽ വിവിധ കലാപരിപാടികളും ഗെയിമുകളും ക്വിസ് മത്സരങ്ങളും ഷൂട്ടൌട്ട് ഉൾപ്പെടെയുള്ള വിനോദങ്ങളും സംഘടിപ്പിച്ചിരിക്കുന്നു. ഫൈനൽ വേദിയിൽ നടൻ ലുക്മാൻ അവറാൻ മുഖ്യാതിഥിയായി എത്തും. അവതരണം ഡയാന ഹമീദ് നിർവഹിക്കും. കായിക ആവേശത്തിനൊപ്പം ഭക്ഷണമേളയും കാർണിവലിന്റെ പ്രധാന ആകർഷണമാണ്. 25ഓളം ഫുഡ് സ്റ്റാളുകളിൽ നാടൻ വിഭവങ്ങൾ മുതൽ അന്താരാഷ്ട്ര രുചികൾ വരെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള സ്റ്റാളുകൾ, ചോക്ലേറ്റുകൾ, ഫാൻസി ഐറ്റങ്ങൾ, നാടൻ പലഹാരങ്ങൾ എന്നിവയും കാണികളെ ആകർഷിക്കുന്നു. കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന സമ്പൂർണ്ണ മേളയായി സോക്കർ കാർണിവൽ മാറിയിരിക്കുകയാണ്. പ്രവേശനം സൗജന്യമാണ്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും മസ്കത്തിൽ നിർണായക കൂടിക്കാഴ്ച നടത്തി. മസ്കത്തിൽ അൽ ബറക്ക പാലസിൽ നടന്ന ഉന്നതതല ചർച്ചയിൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ, സ്ഥിരത, ഊർജ്ജ വിതരണ ശൃംഖല, അന്താരാഷ്ട്ര സമുദ്ര ഗതാഗത എന്നിവ ഉൾപ്പെടെ നിരവധി പ്രധാന വിഷയങ്ങൾ ഇരു നേതാക്കളും വിശദമായി വിലയിരുത്തി. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ഉയരുന്ന പിരിമുറുക്കങ്ങൾ ആഗോളതലത്തിൽ പോലും പ്രതിഫലനം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ നയതന്ത്ര ഇടപെടലുകളും സംവാദങ്ങളും ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. മേഖലയിലെ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും ചർച്ചയായി. തർക്കങ്ങൾ പരിഹരിക്കാൻ സംഭാഷണവും നയതന്ത്രവും മാത്രമാണ് ദീർഘകാല പരിഹാരമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യതകളും യോഗത്തിൽ വിലയിരുത്തി. ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ചർച്ചകൾക്ക് ശേഷം നേതാക്കൾ പ്രത്യേക കൂടിക്കാഴ്ചയും നടത്തി. പ്രവാസി സമൂഹത്തിന്റെ ജീവൻ പോലും അപകടത്തിലാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എവിടെയെന്ന ചോദ്യം ശക്തമാകുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പ്രവാസികൾക്ക് അടിയന്തരമായി നാട്ടിലെത്താൻ കഴിയാത്തത് വലിയ പ്രതിസന്ധിയാണ്. മെഡിക്കൽ എമർജൻസികളിൽ സ്ട്രെച്ചർ ടിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ചെലവുകൾ സാധാരണ തൊഴിലാളികൾക്ക് വഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളെക്കാൾ വേഗത്തിൽ സഹായം എത്തുന്നത് സമൂഹത്തിന്റെ കൂട്ടായ്മകളിലൂടെയാണ്. 24 മണിക്കൂർ മെഡിക്കൽ റീപാട്രിയേഷൻ സംവിധാനം, അടിയന്തര ഫണ്ട്, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന ആവശ്യം ഉയരുന്നു. പ്രവാസിയുടെ പണം ആഘോഷിക്കുമ്പോൾ അവന്റെ ജീവൻ രക്ഷിക്കാനും അതേ വേഗത്തിൽ ഇടപെടേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണെന്നാണ് പൊതുസമൂഹത്തിന്റെ നിലപാട്. കേരളത്തിൽ നോർക്ക എമർജൻസി റീപാട്രിയേഷൻ ഫണ്ട് ഉണ്ട്. പക്ഷെ പ്രായോഗികമായി കാണുന്നത് കൂടുതലായും മൃതദേഹം നാട്ടിലെത്തിക്കൽ കേന്ദ്രീകരിച്ച സംവിധാനങ്ങളാണ്. മരിച്ചവനെ നാട്ടിലെത്തിക്കാൻ സംവിധാനമുണ്ടെങ്കിൽ ജീവനോടെയുള്ള ഒരാളെ അടിയന്തരമായി കൊണ്ടുവരാൻ അതിലും ശക്തമായ പ്രോട്ടോകോൾ എന്തുകൊണ്ട് ഇല്ല? ഇവിടെയാണ് സർക്കാരിന്റെ മുൻഗണനകളെ കുറിച്ചുള്ള പരിഹാസം സ്വാഭാവികമായി ഉയരുന്നത്. ചികിത്സക്കുള്ള ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ആ ചികിത്സ ലഭിക്കാൻ ഇന്ത്യയിലേക്ക് എത്തേണ്ട നിർണായക യാത്രാ ചെലവ് സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ ആ സുരക്ഷ അപൂർണമാകുന്നു. ഇവിടെ സർക്കാർ മറക്കരുതാത്ത ഒരു സത്യമുണ്ട്. പ്രവാസിക്ക് വോട്ടില്ലായിരിക്കാം, പക്ഷേ അവനും ഈ രാജ്യത്തിന്റെ പൗരനാണ്. അവന്റെ ജീവന് രാഷ്ട്രീയ ഗണിതത്തിന് അതീതമായ വിലയുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി വേണ്ടത് 3 നടപടികളാണ്. 1. എംബസികളിൽ 24 മണിക്കൂറും മെഡിക്കൽ റീപാട്രിയേഷൻ ഡെസ്ക് സ്ഥാപിക്കുക. 2. ICWF വഴി അടിയന്തര എയർ ആംബുലൻസ്, സ്ട്രെച്ചർ യാത്രക്ക് ഫാസ്റ്റ് ട്രാക്ക് ഫണ്ട് ഉണ്ടാവുക. 3. നോർക്ക കെയറിൽ എയർ ആംബുലൻസ് കവർ നിർബന്ധമാക്കി ഉൾപ്പെടുത്തുക. പ്രവാസിയുടെ പണം നാട്ടിലേക്ക് വരുമ്പോൾ ആഘോഷവും ആദരവും ഉണ്ടെങ്കിൽ അവന്റെ ജീവൻ അപകടത്തിലാകുമ്പോൾ അതേ വേഗത്തിൽ കരുതലും എത്തണം. അല്ലാത്ത പക്ഷം പ്രവാസി നമ്മുടെ നാട്ടിൽ എന്ന വാചകം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി മാത്രം ബാക്കി നിൽക്കും. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസി ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്,
powered by Purushottam Kanji Exchange.